ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. വിശേഷങ്ങളൊക്കെ പറയൂ. രാവിലെ ഷോപ്പ് തുറന്ന് ഇവിടെ തൂത്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് കേൾക്കും. അപ്പുറത്തും പണി നടക്കുന്നു, ഇപ്പുറത്തും പണി നടക്കുന്നു. നടുക്കാണ് ഞാൻ നിൽക്കുന്നത്. അന്നേരം പ്ലംബിങ്ങിൻ്റെതും സീലിങ്ങിൻ്റെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നു അപ്പുറത്തെ ബിൽഡിങ്ങിലൊക്കെ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പണിയുടെ സൗണ്ടുകളൊക്കെ കേൾക്കും. പിന്നെ മഴയായതുകൊണ്ട് നമുക്ക് കസ്റ്റമറൊക്കെ ഒത്തിരി കുറവാണ്. 1, 2, 3 പേരൊക്കെ വരുന്നുള്ളൂ. വരുന്ന സർവീസ് എന്ന് പറയുന്നത് ഹെയർ സ്പായും ഫേഷ്യലൊക്കെ ആയിരിക്കും. കൂടുതലാരും അങ്ങോട്ട് വരുന്നില്ല. മഴയും സ്കൂൾ തുറപ്പും കാര്യങ്ങളൊക്കെ അല്ലേ, അതുകൊണ്ട്. പിന്നെ വേറെന്തൊക്കെയുണ്ട്? എല്ലാവരും കമൻ്റൊക്കെ ചെയ്യണേ. ആരും കമൻ്റൊന്നും ചെയ്യുന്നില്ല, സബ്സ്ക്രൈബൊന്നും ആവുന്നില്ല. സൗണ്ട് കേൾക്കുന്നു. ഇപ്പം 801 ആയിട്ടുള്ളൂ സബ്സ്ക്രൈബ്. പിന്നെ ആരും നമ്മളുടെ വീഡിയോ ഒന്നും കാണുന്നില്ലെന്ന് തോന്നുന്നു. വേറെന്തൊക്കെയാണ്? സർവീസിൻ്റെയൊക്കെ വീഡിയോകളൊക്കെ ഇടണമെന്നുണ്ട്. പക്ഷേ ചില കസ്റ്റമർ വരുമ്പോൾ ഫോൺ എടുക്കാനും പറ്റത്തില്ല. പിന്നെ ഇവിടെയൊക്കെ ഉള്ള കസ്റ്റമറാണ് ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്ത് ഇടരുതേ. കാരണം എന്ന് വെച്ചാൽ വീട്ടുകളിൽ നിന്ന് ഈ പാർലറിലല്ല കടകളിലൊക്കെ പോകുന്നു പറഞ്ഞായിരിക്കും മിക്കുള്ളവരും ഇവിടെ വരുന്നത്. കടയിൽ നിൽക്കുകയാണ്, ത്രെഡ് ചെയ്യാൻ പോലും വരുമ്പം കള്ളത്തരം പറഞ്ഞൊക്കെ ചിലവർ വരുന്നത്. പക്ഷേ അങ്ങനൊരു ആൾക്കാരാണ് ഇവിടെ. അങ്ങനെ പാർലറുകളിലൊന്നും അങ്ങനെ പോയൊന്നും ചെയ്യാറില്ല. പിന്നെ വീട്ടുകളിലൊക്കെ ഉള്ള ഓരോ ടിപ്പും കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും ചെയ്യുന്നത്. പാർലറിലൊക്കെ അഥവാ അങ്ങനെ ത്രെഡ് ചെയ്യാനൊക്കെ വരുന്നുള്ളൂ. അതും കള്ളത്തരമൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഓരോരുത്തർ വരുന്നത്. കാരണം എന്ന് വെച്ചാൽ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിക്കുവാണെങ്കിൽ ഫോൺ ചെയ്യുന്ന കേൾക്കാം കേട്ടോ. അന്നേരമാണ് നമ്മൾ അറിയുന്നത് ഇവിടത്തേക്കല്ല വന്നത് എന്ന്. അപ്പോൾ അതുപോലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇന്ന് ഋതുക്കുട്ടി കുഞ്ഞായി എടുത്തിട്ടാണ് പോയത്. അതുകൊണ്ട് രാവിലെ മഴയായിരുന്നു. എൻ്റെ കൂടെ വരാനും നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ 2 ദിവസം ഇവിടെ ഉണ്ടായതുകൊണ്ടേ ഇന്നും എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞ് നിർബന്ധമായിരുന്നു. ഞാനും വരുന്ന രാജി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള കസ്റ്റമർ നമ്മൾ ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കള്ളത്തരം പറഞ്ഞിട്ടൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം, നമുക്ക് നോക്കാം. പിന്നെ ഇന്ന് രാവിലെ താമസിച്ച് പോയി. ഗ്യാസ് തീർന്നു പോയി. മൊത്തത്തിൽ പെട്ട്. പിന്നെ ഋതുക്കുട്ടിയായിട്ട് ഇന്ന് തോനെ സമയമെടുത്ത് വരാനായിട്ട്. അങ്ങനെയൊക്കെ ഇന്നത്തെ ദിവസം ഫുള്ള് താമസിച്ച ഒരു ദിവസമായിരുന്നു. എഴുന്നേറ്റ് തന്നെ താമസിച്ച്. പിന്നെ ഗ്യാസ് തീർന്നു. രാവിലെ ഇറങ്ങിയപ്പം മഴ. ഋതുക്കുട്ടി എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞു. അതുപോലെ ഇന്നത്തെ ഒരു മോശ ദിവസമാണെന്ന് തോന്നുന്നു. നമുക്ക് വിളക്ക് കത്തിച്ചിട്ട് നല്ലവണ്ണം അങ്ങ് പ്രാർത്ഥിക്കാം. നമ്മൾ വീഡിയോ ഒക്കെ കാണണേ. നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ട് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇവിടെ ഫുൾ ക്ലീൻ ചെയ്ത് തൂത്തോണ്ട് നിൽക്കുന്നതേ ഉള്ളൂ. തൂക്കുക. ഇന്നലെ സർവീസിൻ്റെയൊക്കെ മുടികളും ത്രെഡിങ് നൂലും ഇതൊക്കെ തന്നെ. പിന്നെ എന്താണ് വേറെ വിശേഷം? അപ്പം ഇന്ന് ഇത്രേ വീഡിയോ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു. ഓക്കെ.